ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പരമാവധി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നവ്യ ഉണ്ടല്ലോ, നവ്യയുടെ ഏതോ ഒരു കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചാണ് കേൾപ്പിക്കുന്നത്, ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഏതായാലും സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയാണ്, ശരിയടി, അതുപോലെ തന്നെ ഞാൻ മുന്നോട്ടേക്ക് പോകാം, നീ പറയുന്നത് പോലെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ആടി നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മുടെ നവ്യ പോകുന്നത് കേട്ടോ. നവ്യയുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട്. ഇനി നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞോ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും. നവ്യയുടെ കൂട്ടുകാരി പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് നവ്യയുടെ തീരുമാനം. പക്ഷെ നവ്യയുടെ കൂട്ടുകാരി എന്താ പറഞ്ഞതെന്ന് നമ്മളെ കാണിച്ചിട്ടുമില്ല. അങ്ങനെ നമ്മുടെ നവ്യ ആദ്യം ചെല്ലുന്നത് ഗോവിന്ദനെയും കനകദുർഗേനെയും കാണാൻ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിയ നമ്മുടെ നവ്യ അവരെ വറുത്തു കോരുകയാണ് കേട്ടോ. നിങ്ങളാണോ എൻ്റെ അച്ഛനും അമ്മയും? എനിക്ക് സംശയം തോന്നുക, നിങ്ങൾ എൻ്റെ അച്ഛനാണോ, നിങ്ങൾ എൻ്റെ അമ്മയാണോ? ഓ, നിങ്ങൾക്ക് രണ്ടു മക്കളെ ഉള്ളായിരിക്കും അല്ലേ? നിങ്ങൾ രണ്ടു മക്കൾക്കും വേണ്ടി മാക്സിമം അങ്ങേയറ്റം വരെ പോകൂലോ, എന്തിനും ഏതിനും. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? നിങ്ങളല്ലേ എന്നെ പ്രസവിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോവാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കനകദുർഗ ചോദിക്കാം, എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ കാരണം? നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് പറ്റിയത് എന്താണെന്ന് ഞാൻ പറയണമല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ഇനി ആരും ശല്യപ്പെടുത്താൻ വരരുത്. എൻ്റെ ജീവിതത്തിൽ എന്തിനാ നിങ്ങൾ കയറി ഇടപെടുന്നത്? ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പൊക്കളാം. നിങ്ങൾ നിങ്ങളുടെ രണ്ടു മക്കളുണ്ടല്ലോ, ആ രണ്ടു മക്കളെയും നോക്കി ആ രണ്ടു മക്കൾക്കും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കി ജീവിച്ചാൽ മതി. എൻ്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ വരരുത് എന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പം ഗോവിന്ദ് പറഞ്ഞു, മോളെ നീ ഇപ്പൊ ഇങ്ങനെ പറയാൻ മാത്രം ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? നിങ്ങൾക്ക് ഇവള ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുണ്ടല്ലോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മകളാ ഇവള് നന്ദു. അതുപോലെ തന്നെ നയന നിങ്ങൾക്ക് പ്രിയപ്പെട്ട മകളാ, പ്രിയപ്പെട്ടതിന്റെ പ്രിയപ്പെട്ടത്. അതുപോലെ നയനയുടെ ഭർത്താവ്, ഓ നിങ്ങളുടെ തങ്കക്കുടം, പൊന്നാരി, തങ്കക്കട്ടി, അതിനെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നോ? അവൻ ചെയ്ത കുറ്റങ്ങളെല്ലാം എൻ്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരു നാണവും തോന്നിയില്ല നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ഓർത്തത്? നിങ്ങളുടെ രണ്ടു മക്കൾ മാത്രം നന്നായിട്ട് ജീവിച്ചാൽ മതിയോ? ഞാൻ നന്നായിട്ട് ജീവിക്കണ്ടേ? ഞാൻ നന്നായിട്ട് ജീവിക്കുന്ന കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതോ ഞാൻ ഇങ്ങനെ തെണ്ടി കുത്തുവാള എടുത്ത് നടക്കണോ? എനിക്കറിയാം അതാ നിങ്ങളുടെ ഉദ്ദേശമെന്ന്. നിങ്ങൾ അതിനു വേണ്ടി മാത്രമാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അഭിയെ നിങ്ങൾ കുറ്റക്കാരനാക്കിയില്ലേ? എന്തിനു വേണ്ടി? എന്തിനാ എൻ്റെ അഭിയെ കുറ്റക്കാരനാക്കിയത്? എൻ്റെ അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൃത്തികെട്ടവൻ ആദർശിനെ നിങ്ങൾ കയറ്റി ഉയർത്തി വെക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇപ്പം അവൻ MD സീറ്റ് അവിടെ ഇല്ല. MD സീറ്റ് ഇല്ലാത്ത പക്ഷം അവന് ഇനിയിപ്പം നല്ലൊരു ജോലിയൊക്കെ കിട്ടി ജീവിക്കാൻ അപ്രയാസമാണ്. പക്ഷെ എൻ്റെ ഭർത്താവിന് AM ജ്വല്ലറിയിൽ മാനേജരായിട്ട് ജോലി കിട്ടിയത് നിങ്ങൾക്ക് സുഖിച്ചില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ കണ്ണിക്കടിയാ എൻ്റെ പെണ്ണുമ്പുള്ളെ? മര്യാദക്കിരുന്നോ. നിങ്ങൾ എൻ്റെ അമ്മയല്ല, നിങ്ങൾ എൻ്റെ അച്ഛനും അല്ല, നീ എൻ്റെ അനിയത്തിയുമല്ല. ആരും ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനേ വരണ്ട. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഭർത്താവ് ഒരു നല്ല ജോലിയിൽ കയറാൻ പോവാ. അതിനി ഏട്ടങ്കോലിട്ടോണ്ടങ്ങനെ വന്നാലുണ്ടല്ലോ എല്ലാത്തിനെയും പൂട്ടിക്കെട്ടി ഞാൻ വീട്ടിയിരുത്തും. പറഞ്ഞേക്കാം, ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആരും. എനിക്കത് ഇഷ്ടമല്ല. ഇത് കേട്ടതും നന്ദുവിന് കുറെ നേരം നന്ദു കേട്ടോണ്ട് നന്ദു പറഞ്ഞു, എന്തിനാ ഈ ചേച്ചി പട്ടി ചിലയ്ക്കുന്നവരെ കിടന്ന് ചിലയ്ക്കുന്നത്? നിർത്തുന്നുണ്ടോ? ചേച്ചിക്ക് ഇനിയിപ്പം ആരാ എന്താ ചെയ്തെന്ന് ചേച്ചി പറയുന്നത്? അച്ഛനും അമ്മയും ചേച്ചിയോട് എന്താ ചെയ്തത്? അല്ല ചേച്ചി എന്താ അച്ഛൻ്റെ അമ്മയുടെ മക്കളല്ല എന്ന് പറയാൻ കാരണം? ഓ, ഇനി കാരണവും കാര്യവും എല്ലാം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നന്ദു, നീയെ ഇവിടെ നിൽക്ക്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടി നിങ്ങൾ അങ്ങോട്ട് പൊന്നാര മക്കളായിട്ട് വളർന്നോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരരുത്. എൻ്റെ അമ്മായിയമ്മയുടെ കാര്യത്തിലും ആരും ഇടപെടാൻ വരരുത്. എൻ്റെ കാര്യത്തിലും ആരും ഇടപെടാൻ വരരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ ചിലപ്പം കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങൾക്ക് ആരുടെയും സ്വത്തോ പണമോ ഒന്നും വേണ്ട. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരരുത്. പിന്നെ ഒരുത്തനുണ്ടല്ലോ, ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് നടക്കുന്നവന്, അവന് നല്ലവനാണല്ലോ നിങ്ങൾക്ക്. അവനെ കയറ്റി അങ്ങ് മടിയിൽ അങ്ങോട്ട് ഇരുത്ത്. എന്നിട്ട് അവനെ കുറച്ച് പൂവിട്ട് അങ്ങ് പൂജിച്ച് അങ്ങോട്ട് വെക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി മാത്രം ആദർശനെ നല്ലവനാക്കാനും ആദർശനെ വെള്ള പൂച്ചാനും മാത്രം നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ നവ്യ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് നയന വരുന്നത്. അപ്പൊ നയനയെ കണ്ടതും നമ്മുടെ നവ്യയുടെ പിടി അങ്ങോട്ട് വിട്ടുവിട്ട നയന പറഞ്ഞു, ഓ അടുത്ത മകളും വന്നല്ലോ. ചെല്ല് നിന്റെ വീട്ടിലേക്ക് നീ ചെല്ല്. നിന്റെ
നിന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് നീ ചെല്ല്. പിന്നെ നിനക്കൊരു സഹോദരി ഉണ്ടല്ലോ അവിടെ, അവള് ആൺവേഷം കിട്ടി നടക്കുന്നവള്, അവളുടെ അടുത്തേക്ക് നീ ചെല്ല്, നിന്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഇത് ചേച്ചിയുടെയും കൂടെ വീടല്ലേ, പിന്നെ ചേച്ചി ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്താ മുള്ളും മുനയും ഒക്കെ വെച്ച് കുത്തി കുത്തി സംസാരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ മുള്ളും മുനയും വെച്ച് കുത്തത്തുള്ളൂ, എനിക്ക് മുള്ളും മുനയും വെച്ച് കുത്താൻ അറിയത്തില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? എടി, നീ നോക്കിക്കോടി, നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോകുന്ന ഒരു ദിവസം വരൂടി. നയനെ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇയാള് എന്താ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണോ നിന്റെ വിചാരം? എങ്കിൽ തെറ്റിയിടി. ഇയാളുടെ കുഞ്ഞ് തന്നെയാ ചന്തുമോള്. എന്നിട്ട് ആ ഭാരവും കൂടെ എന്റെ ഭർത്താവിന്റെ കൊണ്ട് ചുമപ്പിക്കാൻ വേണ്ടിയാണോടി നീയും നിന്റെ ഭർത്താവും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നീ നോക്കിക്കോ, ഈ കുഞ്ഞ് ആ കുഞ്ഞ് നിനക്ക് വിനയായിട്ട് തീരൂടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, എന്തിനാ വെറുതെ നവ്യെ നീ ഓരോന്നിപ്പോ ഇങ്ങനെ പറയുന്നത്? നിന്റെ അനിയത്തിയുടെ അവസ്ഥ നിനക്ക് അറിയത്തില്ലേ? പ്രഗ്നന്റ് അല്ലേ? ഓ, അവള് പ്രഗ്നന്റ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവള് പ്രഗ്നന്റ് ആയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് അതാണുള്ള പരിപാടി. കരതോറും പിള്ളേരെ ഉണ്ടാക്കുക, പ്രസവിപ്പിക്കുക, ജീവിപ്പിക്കുക, ഇതൊക്കെയല്ലേ നിങ്ങൾ അത് നടത്തിക്കോളാൻ പറയുമ്പോഴത്തേ ഇതുപോലെയുള്ള സംസാരം നിർത്തിക്കോണം. നവ്യ, നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ സംസാരിക്കുന്നത് ഇപ്പം നല്ലതിനല്ല, അത് നീ മനസ്സിലാക്കിക്കോ. നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നത് നിനക്ക് തന്നെ വിന വരുത്തി വെക്കും. ഓ, എന്ത് വിന വരുത്താനേ ഇതിൽ കൂടുതൽ? എനിക്കിനി ഒരു വിനയും വരാനില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഭർത്താവിനെ ഇനി ഭരിക്കാനോ എന്റെ ഭർത്താവിനെ കുറിച്ച് ഇനി വേണ്ടാത്തരം പറയാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ഇങ്ങനെയല്ലായിരിക്കും ഈ നവ്യ പ്രതികരിക്കുന്നത്. നവ്യയുടെ മുഖം ഇതല്ലായിരിക്കും. നവ്യ പ്രതികരിച്ചു തുടങ്ങിയാലേ നിർത്തത്തില്ല എന്ന് പറയുമ്പം, നവ്യ നീ പല കാര്യങ്ങളും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഇരിക്കുകയാണോ? ഓ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമല്ല. നയനെ, ഈ കൊച്ചില്ലേ, ആ കൊച്ച് നിന്റെ ഭർത്താവിന്റെ കൊച്ച് തന്നെയാ. ആ സത്യമാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ആ വിഴുപ്പിനെ എന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലും ഞാൻ സമ്മതിച്ചു തരത്തില്ല, ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് പിന്നെ അവിടെ എന്റെ കൊച്ചു തന്നെയാ, അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവളെ ഞാൻ എന്റെ കൊച്ചായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവളുടെ അച്ഛൻ ഞാനും, അവളുടെ അമ്മ നയനയുവാ. ഓ, നയന എങ്ങനെ അമ്മയാകും? വേറൊരു പെണ്ണല്ലേ അമ്മ, അപ്പൊ നയന എങ്ങനെ അമ്മയാകും? എന്റെ അനിയത്തിയാണെങ്കിൽ എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയല്ലേ. എന്റെ അനിയത്തി എല്ലാം മനസ്സറിഞ്ഞ് ഏറ്റെടുത്തതല്ലേ, അല്ലാതെ യഥാർത്ഥത്തില് എന്റെ അനിയത്തി അമ്മയാവില്ലല്ലോ. ഒരുത്തി അവിടെ കോമാസ് ചോദിച്ച് കിടപ്പുണ്ടല്ലോ, അവളല്ലേടോ തന്റെ പഴയ കാമുകിയും തന്റെ കുഞ്ഞിന്റെ അമ്മയും ഒക്കെ. എന്നിട്ടൊരു അച്ഛനാകാൻ നടക്കുന്നു. നാണമില്ലേ? ശകലം നാണം ഉണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യും, വഴി മാറി നിൽക്കും, വഴി മാറട്ടാ, ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു നവ്യ അവിടെ 8 പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. എന്തൊക്കെയാ നവ്യ പറയുന്നത് നവ്യക്ക് തന്നെ അറിയത്തില്ല. ഏതായാലും ഭയങ്കരമായിട്ടൊരു ഭീകരാവസ്ഥയിലാണ് നവ്യ പോകുന്നത്. ഇതേ സമയത്ത് അനന്തപുരി തറവാട്ടിലാണെങ്കിലോ, അയ്യോ, നവ്യ ഇനി എന്ത് ചെയ്യും? നവ്യ എവിടെ പോയതായിരിക്കും? നവ്യ പതിവില്ലാതെ പൂജാമുറിയിൽ കയറിയല്ലോ. പൂജാമുറിയിൽ കയറിയത് എന്തിനായിരിക്കും എന്ന് മുത്തച്ഛനും മുത്തശ്ശിയും നമ്മുടെ ദേവയാനിയൊക്കെ കൂടി സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവള് പൂജാമുറി കയറിയത് എന്തിനായിരിക്കും? എന്തിനെങ്കിലും ആകട്ടെ, അതിനിപ്പോ എന്താ, അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾക്കതൊന്നും കാര്യമാക്കട്ടെ, ഒരാവശ്യമില്ല. അവളോട് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു, ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇനിയിപ്പോ ആരെന്തൊക്കെ ചെയ്താലും ഞാൻ വേണ്ടാന്ന് പറയത്തില്ല എന്നൊക്കെ ഒരു മുത്തശ്ശൻ ആ ഒരു തീരുമാനത്തിലൊക്കെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോന്നല്ലോ. നയനയും അതുപോലെ നന്ദു ഒക്കെയാണ് വല്ലാത്തൊരു അവസ്ഥയിൽ. ഇത് എന്തു പറ്റി? സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഈ നവ്യ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നവ്യ ഇപ്പോഴും അഭിയെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ എന്നൊന്നും അറിയത്തില്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മുടെ നന്ദുവും അതുപോലെ നയനയും ഒക്കെ ഉള്ളത്. അപ്പം ഗോവിന്ദ പറയുന്നുണ്ട്, എന്തോ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്, എന്തോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എന്തോ നടന്നിട്ടുണ്ട്. അവള് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പൊട്ടിത്തെറി അല്ലല്ലോ അവൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ഇനി അഭിയുടെ വല്ല കളിയുവാണോ? അഭിയുടെ കളിയാണോ? ജലജയുടെ കളിയാണ്. ഏതായാലും എന്തോ നടന്നിട്ടുണ്ട്. ഏതായാലും സത്യങ്ങളൊക്കെ അറിയാത്ത ഒരുപക്ഷെ നല്ലത് തന്നെയാണെന്നാ എന്നിങ്ങനെ ഗോവിന്ദൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, സത്യം എന്നാണെങ്കിലും അറിയാനുള്ളതല്ലേ, അതിപ്പോ അറിയുമായിരുന്നെങ്കിൽ അതാ നല്ലത്. ഇപ്പൊ അഹങ്കാരം വീണ്ടും കൂടിയിട്ടുണ്ട്. ഈ ചേച്ചി ഇത് എവിടെ ചെന്ന് നിൽക്കുന്നത് എനിക്കറിയത്തില്ല, പ്രതീക്ഷിച്ചതൊന്നും അല്ലല്ലോ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അയ്യോ, ഉടവാളുമായിട്ടാ ചെല്ലുന്നത്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ എത്തിയതും തുടങ്ങിയില്ലേ നവ്യ. എല്ലാവരും കൂടെ എന്താ വിചാരിച്ചത്? ഇനി ആരെങ്കിലും എന്റെ ഭർത്താവിനെയോ എന്നെയോ ഭരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ കണക്കിന് തരും. എല്ലാവരും എന്താ ഓർത്തിരിക്കുന്നത്? എന്നെ അങ്ങ് മണ്ടിയാക്കി കളയാന്നോ? ഞാൻ അങ്ങനെ മണ്ടിയാകത്തില്ല. AM ജ്വല്ലറിയിലെ എന്റെ ഭർത്താവും ഞാനും പോവുക തന്നെ ചെയ്യും. AM ജ്വല്ലറിയിലെ മാനേജറായിട്ട് എന്റെ ഭർത്താവ് പോകാൻ പോവുകയാണ്. അതിനാരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും നോക്കിക്കോ ഞാൻ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളൊക്കെ ആദർശിന്റെ നയനയുടെ പക്ഷമാണെങ്കിൽ അതനുസരിച്ച് അങ്ങ് നിന്നാ മതി. ഞാൻ ഒരു കാര്യം അറിഞ്ഞു,
അതെ, അഭി മാത്രമല്ല അനാഥ, ഞാനും അനാഥ തന്നെയാ. ഞാനും എൻ്റെ വീട്ടിലൊരു സ്ഥാനമില്ലാതെ നിൽക്കുക. എൻ്റെ വീട്ടിൽ ആർക്കും എന്നെ കണ്ടുകൂടല്ലോ, അതുപോലെ തന്നെ ഇവിടെ അഭിയെയും ആരെ കണ്ടുകൂടല്ലോ. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ദേ ഇനി ഇനി എൻ്റെ അഭിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാ ഇനി ഞാൻ പറയാനിരിക്കുന്നത്. എൻ്റെ അഭി ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദേ എൻ്റെ ഭാഗ്യവാ എൻ്റെ അഭി എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ കിടന്ന് പ്രസംഗിക്കുന്നു. അവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, എന്താ ഏതാ എങ്ങനെയാ സംഭവിച്ചതെന്ന്. ഇപ്പം എന്തെങ്കിലും, അതായത് നമ്മുടെ നവ്യ സത്യം അറിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും വലിയ ഭൂകമ്പം ഉണ്ടാക്കും, അഭിയെ ആട്ടിപ്പായിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നവ്യ കരഞ്ഞു നിൽക്കുന്ന ഒരു മുഖം, നവ്യ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്ന ഒരു മുഖം ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ മാറി മറിയുകയാണ്. നമ്മുടെ നവ്യയുടെ പുതിയ മുഖം കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്നു, ദേഷ്യപ്പെട്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് കയറി പോവുകയാണ് കേട്ടോ. മുത്തച്ഛനും മുത്തശ്ശിക്കും വരെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഒരു മണ്ണാങ്കട്ടയും ഇല്ല, എന്തേലും കാണിക്കട്ടെ എന്നാണ് മുത്തച്ഛൻ പറയുന്നത്. എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ അവള്, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അവളുടെ അഹങ്കാരവും അഹന്തയും തീരുന്നില്ലെങ്കിൽ തീരണ്ട. ഇനിയും അവൾ ഓരോ വിന വരുത്തി വെക്കട്ടെ, അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതൊന്നും നമുക്ക് അറിയുകയും വേണ്ട. അവൾ എന്തറിഞ്ഞു, അവൾ എന്ത് ചെയ്തു, എന്ത് കേട്ടു, അവരുടെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു, ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നമ്മൾ അതൊന്നും കേൾക്കാനോ കാണാനോ ബാധ്യസ്ഥരല്ല, നമുക്കതൊന്നും അറിയണ്ട എന്ന് തന്നെയാണ് മുത്തശ്ശനും പറയുന്നത്. എന്തേലും കാണിക്കട്ടെ, എന്തേലും കാണിച്ചിട്ട് അവരെന്തേലും കാണിച്ച് ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഏതായാലും ഈ സമയത്ത് അഭി പേടിച്ചു പറിച്ച് നിന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ ചെല്ലുക. നവ്യ ചെന്ന ഉടനെ തന്നെ ആകപ്പാടെ ഒരു പരവശപ്പെട്ട് വീർത്ത് വിളറിയൊക്കെ നിൽക്കുന്ന നമ്മുടെ അഭിയെ കണ്ടിട്ട്, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കള്ളനെ പോലെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നോട് നീ പെരുമാറിയിട്ടൊക്കെ പോയത്, ഒരു ദിവസമായിട്ട് നീ എന്നോട് മിണ്ടുന്നുമില്ല സംസാരിക്കുന്നുമില്ല. അത് പിന്നെ അഭി എത്രയും പെട്ടെന്ന് നമുക്ക് എയിം ജ്വല്ലറിയിൽ പോകണം അഭി, അവിടെ നീ മാനേജരായിട്ട് ജോലി ഏറ്റെടുക്കണം അഭി. നിനക്ക് മേടിച്ച ഡ്രസ്സായത്, ഞാൻ അന്ന് നീ മാനേജരായിട്ട് പോകാന്ന് പറഞ്ഞ അന്ന് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സായത്, ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇത് കേട്ടതും അഭിയും ഇങ്ങനെ കൈവച്ച് നിൽക്കുക, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും അഭി, അല്ല നിനക്കിത് എന്താ പറ്റിയത് നവ്യ, നീ ഒരു ദിവസമായിട്ട് എന്തോ വല്ലാത്തൊരു പ്രശ്നത്തിലായിരുന്നല്ലോ, ഞാൻ ഓർത്തു നീ എന്തോർക്കാനാ, ഒന്നും ഓർക്കാനില്ല അഭി, നമ്മളുടെ കാര്യം നോക്കി ജീവിക്കുക, അത്ര തന്നെ, ഇനി അത് മതി, ഇനി വേറെ ആരുടെയും കാര്യം നമുക്ക് നോക്കാൻ പോകണ്ട എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അഭിക്ക് വീണ്ടും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഏതായാലും നമ്മുടെ നവ്യ വേറെ എന്തെങ്കിലും പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, കൂട്ടുകാരി എന്താണ് നവ്യയോട് പറഞ്ഞതെന്നും അറിയില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ എന്നും രാവിലെ നയനിയുടെയും ആദർശിന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം വൈകിട്ട് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് കയറി കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു കാണത്തില്ലായിരിക്കാം, നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വൈകിട്ട് പ്രേമവിശേഷം ഇടുന്നുണ്ട്, രേവതിയുടെയും സച്ചിയുടെയും, അതായത് നാളത്തെ കഥ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇതേപടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ കമന്റ് ഒക്കെ ഒരുപാട് പേരിടുന്നുണ്ട്, ബോറാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ്സ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അതിൻ്റെതായ രീതിയിലൊക്കെ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.